ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ മാൻഹയായ ലുക്കിസം എന്ന സീരീസാണ്. ഈ ആനിമയുടെ പ്ലോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആയ പാക്യൻ സാബിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കളിയാക്കലുകളും ബോഡി ഷേമിങ്ങിനുമെല്ലാം അവനൊരു സൊല്യൂഷൻ കിട്ടുന്നു. എന്താണ് ആ സൊല്യൂഷൻ, എന്തൊക്കെയാണ് ആ സൊല്യൂഷൻ കൊണ്ട് അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്നിവയൊക്കെ കാണിച്ചു തരുന്ന ഒരു കിടിലൻ ആനിമയാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 1 എപ്പിസോഡ് 1. ആനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹീറോ ആയ പാക്യൻ സാബിനെയാണ്. പാക്യൻ സാബാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മിററിൻ്റെ മുന്നിൽ പോയി തൻ്റെ ഹാൻഡ്സമായിട്ടുള്ള ഫേസ് കണ്ട് ഷോക്കാവുന്നു. ആരാണ് ഈ പയ്യനെന്ന് ചിന്തിക്കുന്നു. പിന്നീട് 2 ആഴ്ചകൾക്ക് മുൻപേയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഒരു ടാറ്റു അടിച്ച പയ്യൻ നമ്മുടെ ഹീറോയെ അടുത്ത് വന്ന് നീ എന്താ തരാനുള്ള പൈസ തന്നു എന്ന് ചോദിച്ചപ്പോൾ ഹീറോ എൻ്റെ കയ്യിലുണ്ടായ പണമെല്ലാം നിങ്ങൾക്ക് മുൻപേ തന്നു എന്ന് പറയുന്നു. അത് കേട്ട ആ പയ്യനാണെങ്കിൽ നീ പണം തരാത്തതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്യണം എന്ന് പറഞ്ഞ് ഹീറോയെ പേടിപ്പിക്കുന്നു. ഹീറോയും പേടിച്ച് ശരിയെന്ന് പറയും. ആ പയ്യനാണെങ്കിൽ നീ ഒരു ഡോഗിനെ പോലെ ആക്ട് ചെയ്യാൻ പറയുമ്പോൾ ഹീറോയും പേടിച്ചിട്ട് അത് ചെയ്യും. അത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടാവും. അതിലൊരു പെണ്ണ് ഹീറോ നോക്കാതെ തന്നെ നീ എന്തിനാണ് എന്നെ നോക്കിയെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആ ടാറ്റു അടിച്ച പയ്യനാണെങ്കിൽ ഹീറോയെ എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് എടുത്തിട്ടടിക്കും. പിന്നീട് ആ പയ്യനാണെങ്കിൽ ഹീറോയോട് നീ ഇതിനെ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞ് വേദനിപ്പിക്കും. പിന്നീട് ഹീറോ ആണെങ്കിൽ വീട്ടിൽ വളരെ ക്ഷീണത്തിൽ കിടന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായി പോകുന്നു. ഹീറോ ആണെങ്കിൽ മൂളിപ്പാട്ടെല്ലാം പാടിയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നടന്ന കാര്യങ്ങളോർത്ത് ഹീറോക്ക് നല്ല രീതിയിൽ തന്നെ വിഷമാവുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് പാക്യൻ സാബ് നിന്റെ പാട്ട് വളരെ മധുരമായിരിക്കുന്നു, ഭാവിയിൽ നീ നല്ലൊരു സിംഗർ ആവുമെന്ന് പറഞ്ഞ് അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഫുഡിൽ മുട്ട കാണുന്ന ആ സമയത്ത് ഹീറോയും ടെൻഷനായി അമ്മയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുട്ട ചേർക്കല്ലേ, ഇത് തിന്നാൽ ഞാൻ വീണ്ടും തടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയും ഞാൻ മറന്നുപോയതാണെന്ന് പറയും. ഹീറോ അത് കഴിഞ്ഞ സമയത്ത് ആ പയ്യൻ തല്ലിയ ഭാഗത്ത് വേദനിക്കുന്നുണ്ടാവും. ഹീറോ അമ്മേ എനിക്ക് ഈ സ്കൂൾ വേണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഹീറോ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വളരെ ബുദ്ധിശാലികളായതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് എടുക്കാൻ കഴിയുന്നില്ല, എന്നെ വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഹീറോയോട് മോനെ നമുക്ക് ഈ വീട് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കിട്ടിയത്, ഇനി ഇതുപോലെ കുറഞ്ഞ വാടകയിലൊരു വീട് വേറെ എവിടെയും കിട്ടില്ല, പിന്നെ സ്കൂൾ മാറിക്കഴിഞ്ഞാൽ നീ നിൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ടെൻഷനായി ഞാൻ ഇവിടെ പഠിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ദേഷ്യത്തോടെ പറയും. പാവപ്പെട്ടവനായി ജനിച്ചത് എൻ്റെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു ചുമരിലേക്ക് ശക്തിയായി പഞ്ച് ചെയ്യും. നോക്കുമ്പോൾ ആ ചുമർ തന്നെ പൊളിഞ്ഞിട്ടൊരു ഹോളായിട്ടുണ്ടാവും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെട്ട റൂമിലേക്ക് പോകും. അടുത്ത ദിവസം ഹീറോ താല്പര്യമില്ലാതെ വീണ്ടും സ്കൂളിൽ പോകുന്നു. ക്ലാസ്സിനടുത്തെത്തുന്ന സമയത്ത് ഒരു പെണ്ണ് ഹീറോനെ വന്നിടിക്കുന്നു. എന്നിട്ട് ഹീറോയോട് നിനക്ക് കണ്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഹീറോയും പേടിച്ച് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. PT പീരീഡ് ആയതിനാൽ ഹീറോയും അത് എടുക്കാമെന്ന് വിചാരിച്ച് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള എല്ലാവരും ഹീറോയുടെ മേത്തേക്ക് പന്തടിക്കുന്ന രീതിയിൽ ബെറ്റ് വെച്ച് മത്സരം തുടങ്ങുന്നു. ആ ടാറ്റു അടിച്ച പയ്യൻ ഹീറോയുടെ നേർക്ക് ഷോട്ട് അടിക്കുന്ന സമയത്ത് ഹീറോ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആവുന്നു. അപ്പോൾ മറ്റൊരു പയ്യൻ അങ്ങോട്ടേക്ക് വന്ന് ഇത് PT മുന്നിലുള്ള വാമപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് നേരെ ഒരു ഷോട്ട് അടിക്കുന്നു. ഹീറോ ആണെങ്കിൽ ആ ഷോട്ടിൽ തെറിച്ചു പോയി വീണിട്ടുണ്ടാവും. ആ പയ്യനാണെങ്കിൽ ഞാനാണ് ഈ സ്കൂളിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് പട്ടി ഷോ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടാറ്റു പയ്യൻ അത് കണ്ട് ടെൻഷനായി നീ എന്തിനാണ് എൻ്റെ ബോളിൽ നിന്ന് ഡോഡ്ജ് ചെയ്തതെന്ന് എന്ന് ചോദിക്കുന്നു. ഹീറോ ആണെങ്കിൽ പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ വയറ്റിലേക്ക് ശക്തിയായി പഞ്ച് ചെയ്യും. ഇത് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ടാറ്റു പയ്യനാണെങ്കിൽ ഇതുപോലെയുള്ള പഞ്ച് കിട്ടിയാൽ ആരായാലും നോക്കൗട്ട് ആവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹീറോയെ നോക്കി ചിരിക്കും. ആ ടാറ്റു പയ്യൻ ഹീറോനെ പൊക്കിയിട്ട് നിൻ്റെ ആക്ടിംഗ് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫേസിലേക്ക് അടിക്കും. ഹീറോനെ വീണ്ടും അടിക്കാൻ നിൽക്കുന്ന സമയത്ത് നിർത്തൂ എന്ന് പറഞ്ഞ് ഹീറോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരും. പാക്യൻ സാബിനെ നീ ഉപദ്രവിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് എല്ലാം ഇത് ഹീറോയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കും. ടാറ്റു പയ്യനാണെങ്കിൽ ഞങ്ങൾ അവൻ്റെ കൂടെ കളിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചിട്ടാണോ കളിക്കുക, ടീച്ചറിൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവനെ പണിഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഗേൾസൊക്കെ ഹീറോ ഒരു ചെറിയ കുട്ടികളെ പോലെ അമ്മയും വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയും. ഹീറോ അത് കേട്ട് ടെൻഷനായി അമ്മ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഹാർഷായി പറഞ്ഞിട്ട് ഹീറോയെ തല്ലിയ പയ്യൻ്റെ അടുത്ത് പോയി സോറി പറയും. അത് കാണുന്ന സമയത്ത് അവൻ്റെ അമ്മയ്ക്കും വിഷമമായിട്ടുണ്ടാവും. സ്കൂൾ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയോട് ഹാർഷായിട്ട് സംസാരിച്ചല്ലോ എന്ന് ചിന്തിച്ച് ഹീറോ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അമ്മ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഹീറോയെ അമ്മ വിളിക്കുമ്പോൾ അവനും അങ്ങോട്ട് പോകും.
ഇന്ന് ഞാൻ നിൻ്റെ സ്കൂളിൽ വന്നത് എന്തിനാണെന്ന് അറിയോ? നിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കാൻ. ഇനി നിനക്ക് നഗരത്തിലെ നല്ലൊരു സ്കൂളിൽ പഠിക്കാം. എന്നാൽ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. എൻ്റെ ജോബ് ഇവിടെയല്ലേ. പക്ഷേ പൈസയെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കണ്ട. നീ സന്തോഷത്തോടെ പോകാൻ നോക്കി എന്ന് പറഞ്ഞ് അമ്മ പോകുമ്പോൾ അമ്മക്ക് ഹീറോയിനോടുള്ള സ്നേഹം കണ്ടിട്ട് ഹീറോൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. പിറ്റേ ദിവസം ഹീറോ അമ്മ പറഞ്ഞ പുതിയ സ്കൂളിനടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സ് കാണാൻ വേണ്ടി പോകുമായിരിക്കും. വീടിനടുത്ത് എത്തുമ്പോൾ ഇവിടെ നിന്നൊരു പുതിയ ലൈഫ് തുടങ്ങണമെന്ന് വിചാരിച്ച് ഉള്ളോട്ട് കയറും. അമ്മ വിളിക്കുമ്പോൾ അമ്മ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഹീറോ ടൗണിലോട്ട് പോകും. ടൗണൊക്കെ ചുറ്റി കണ്ട് നടക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായി കൂട്ടിമുട്ടി താഴേക്ക് വീഴും. അപ്പോൾ അവൻ പഴയ സ്കൂൾ പോലെയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവൾ അതിന് വിപരീതമായി സോറി പറയുന്നു. അപ്പോൾ ഹീറോയും പുതിയ ജീവിതത്തിനനുസരിച്ച് താനും മാറണമെന്ന് ചിന്തിച്ച് എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഹീറോയുടെ സ്റ്റൈൽ എന്തോ പോലെ തോന്നിയിട്ടുണ്ടാവും. അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ട് ഇവനെ നിനക്ക് മുന്നേ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവളും അറിയില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ സ്മൈൽ ചെയ്യുന്ന കാണുമ്പോൾ ബോയ് ഫ്രണ്ട് എന്താണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ നടന്നതിനെ പറ്റി പറയുന്നു. ഓ, അപ്പോൾ നീ ഒരു പെണ്ണിനെ ഇടിച്ചു അവളോട് സോറി പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോയെ ഇറിറ്റേറ്റിംഗ് ചെയ്യുന്നു. ഹീറോ ഇത് പഴയ ജീവിതം പോലെ തന്നെയാണെന്ന് ചിന്തിച്ച് കൈ ഹോൾഡ് ചെയ്യുമ്പോൾ നീ എന്താ എന്നെ തല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ അങ്ങനെയൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കോഫി വാങ്ങിത്തരാൻ എന്ന് പറയുമ്പോൾ എന്താടാ അത് വാങ്ങാൻ പോലും ഞങ്ങൾക്ക് പൈസ ഇല്ലെന്ന് കരുതിയോ എന്ന് പറഞ്ഞ് ഹീറോയെ മരണ അടിക്കും. ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നതിലേക്കായിരിക്കും. ഹീറോ വീട്ടിലെത്തുന്ന സമയത്ത് ആ വീഡിയോ വൈറലായിട്ടുണ്ടാവും. അതിൽ ധാരാളം ബോഡി ഷെയ്മിങ്ങിൻ്റെ കമൻറ്റൊക്കെ കണ്ടിട്ട് അവൻ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ കരഞ്ഞ് ഹീറോ ഉറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്നത് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിച്ച സീനാണ്. ഇതെന്താ എല്ലാം വളരെ താഴെയായി കാണുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ ഹീറോ കണ്ണാടിയിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ്റെ ഭംഗിയുള്ള ഫേസും സിക്സ് പാക്ക് ബോഡിയും ഒക്കെ കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ടാവും. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് റിയൽ ബോഡി അവിടെ ഉറങ്ങുന്നുണ്ടാവും. ഹീറോ അങ്ങോട്ട് പോയി അവൻ്റെ ബോഡിയെ ഉണർത്താൻ നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയല്ലേ ഉണർത്താൻ പോകുന്നത് എന്ന് ചിന്തിച്ച് ഫേസിലേക്ക് അടിക്കും. അപ്പോൾ ഹീറോയും ഉണർന്നിട്ട് ഇതൊരു സ്വപ്നമായിരിക്കുമെന്ന് ചിന്തിച്ച് തിരിഞ്ഞു കിടക്കുമ്പോൾ അവൻ ആ ബോഡി കണ്ട് ഷോക്കായി ഇതൊക്കെ സത്യമായിരുന്നു എന്ന് പറഞ്ഞ് ആ ബോഡിയെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ഹീറോ ആ ഹാൻസം ബോഡിയിലേക്ക് സ്വിച്ച് ആകും. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഡോക്ടറിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്ന സമയത്ത് അതിലെ ആ ബോഡി ഷെയ്മിങ് കമൻസൊക്കെ കണ്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി അവൻ്റെ പഴയ സ്കൂളിലെ ആൾക്കാർ പറഞ്ഞത് ചിന്തിച്ച് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ എൻ്റെ ബോഡിയിൽ നിന്ന് നൽകും എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കും. പിന്നീട് കാണിക്കുന്നത് ഹീറോ പഠിക്കാൻ വരുന്ന പുതിയ സ്കൂളായിരിക്കും. അവിടെ ഒരു പയ്യൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ 2 ഗേൾസ് അവനെ സൈറ്റ് അടിച്ചിട്ട് ഇവൻ മുടി കളർ ചെയ്തപ്പോൾ എന്തൊരു ഹാൻസം ആണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ ഇനി സെക്കൻഡ് സെമിസ്റ്ററിൽ ഞാനായിരിക്കും എല്ലാ ചർച്ചയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അറിയാതെ അവനെ തട്ടും. അപ്പോൾ ആ പയ്യൻ എന്താണ് നിൻ്റെ കണ്ണ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോയുടെ ഫേസിലോട്ട് നോക്കുമ്പോൾ ഹീറോയുടെ ഭംഗി കണ്ട് ആ പയ്യൻ സ്റ്റണ്ണായി നിൽക്കും. സാർ ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ ഡോറിന് തുറന്നൊരു മാസ് ഇൻട്രോ അടിക്കും. ആ സമയത്ത് എല്ലാവരും ഹീറോയുടെ ഭംഗി കണ്ട് മതിമറന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഹീറോയും എൻ്റെ പേര് പാർക്കിൻ സാബ്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് പറയും. ഈ സീൻ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡിൽ നമ്മളെ ഹീറോ ഒരുപാട് ബുള്ളിയിങ്ങും ബോഡി ഷെയ്മിങ്ങും എല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന സമയത്തായിരിക്കും അവന് അതിനൊക്കെ ഒരു സൊല്യൂഷനായി ഈ ഹാൻസം ബോഡി ലഭിക്കുന്നത്. ഇനി ഈ ബോഡിയിൽ ഉപയോഗിച്ച് അവൻ എന്തെല്ലാം ചെയ്യുന്നതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റും അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.